നമുക്കിനി മറ്റ് വിഷയങ്ങളിലേക്ക് കടന്നാൽ നമുക്കറിയാവുന്ന പോലെ കഴിഞ്ഞ ദിവസങ്ങളിലും ഇപ്പോഴും ഒക്കെ ഒരു വലിയ ദുരന്തം അതിനെ നമ്മുടെ രാജ്യത്തിന് പൂർണ്ണമായും അതിജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല. 242 പേരുമായി പോയ വിമാനമാണ് ഒരു വലിയ ദുരന്തത്തിൽ കലാശിച്ചത്. ഒരാൾക്ക് മാത്രമാണ് അതിൽ നിന്നും ആ ദുരന്തത്തെ അതിജീവിക്കാൻ കഴിഞ്ഞത്. അതുമായി ബന്ധപ്പെട്ടുള്ള തിരച്ചിലുകളും പരിശോധനകളും ഒക്കെ തുടരുകയാണ്. ആ അപകട കാരണം ഇനിയും അജ്ഞാതമായി തന്നെ നിലനിൽക്കുന്നു. ആശ്വസിക്കാവുന്ന കാര്യം ആ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സുകളും DVRും ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ഇതിനെയൊക്കെ ഡീകോഡ് ചെയ്തെടുക്കുമ്പോഴാകും എന്താണ് യഥാർത്ഥത്തിൽ മിനിങ്ങാന്ന് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു വ്യക്തത വരിക. പക്ഷേ ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഈ മരണസംഖ്യ ഉയരുന്നത് അത് ആശങ്കയായി തന്നെ നിലനിൽക്കുകയാണ്. കാരണം 274 മരണമാണ് ഇപ്പോൾ പറയുന്നത്. ഇന്നലെ 5 മൃതദേഹം കൂടി കണ്ടെത്തി. മരിച്ച പ്രദേശവാസികളിൽ ഒരു ഗർഭിണിയും ഉൾപ്പെട്ടിട്ടുണ്ട്. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ തിരച്ചിൽ തുടരുകയാണ്. ആളുകൾ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് ദൗത്യസംഘത്തിന്റെ നിഗമനം. മരിച്ച രഞ്ജിതയുടെ പത്തനംതിട്ട പുല്ലാട് സ്വദേശി രഞ്ജിതയുടെ DNA പരിശോധനാ ഫലവും ഇന്ന് ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. രഞ്ജിതയുടെ സഹോദരൻ ഇന്നലെ തന്നെ അദ്ദേഹം ഇവിടെ നിന്ന് പോയിരുന്നു. അഹമ്മദാബാദിൽ ഇപ്പോൾ എത്തി. അവിടെ തുടരുകയാണ്. പരിശോധനയ്ക്ക് ശേഷം മൃതദേഹം ഏറ്റുവാങ്ങും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അഹമ്മദാബാദിൽ നിന്നും ശരത്ലാൽ ചേർന്നുണ്ട്. നമുക്കിപ്പം ശരത്ത്, ഗുഡ് മോർണിംഗ്. ഈ മരണസംഖ്യ ഉയരുന്നു എന്നുള്ളത് ആശങ്ക ജനിപ്പിക്കുന്ന തന്നെയാണ്. കാരണം ഇത് വിമാനത്തിലുള്ള 241 പേർക്കപ്പുറം ജനവാസ മേഖലയിലേക്കാണ് ഇത് തകർന്നു വീണത്. അവിടെ വിദ്യാർത്ഥികളടക്കം നിരവധി പേരുടെ ജീവൻ അപഹരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ എങ്ങനെയാണ് ഈ ദുരന്ത ഭൂമിയിൽ തിരച്ചിലുകളും കാര്യങ്ങളും ഒക്കെ പുരോഗമിക്കുന്നത്? ഇന്നലെയും ശരീരാവശിഷ്ടങ്ങളൊക്കെ കണ്ടെത്തിയിരുന്നു. അപ്പോൾ ഇന്നും അത്തരത്തിൽ അവിടെ തിരച്ചിലുകളൊക്കെ തുടരുകയാണോ? കൂടുതൽ ഇന്നലെ NIA അടക്കമുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കൂടി ഈ മേഖലയിലേക്ക് എത്തിയത് നമ്മൾ കണ്ടു. അപ്പോൾ ഇന്നും മറ്റാരെങ്കിലും എത്താനുള്ള സാധ്യതയുണ്ടോ? ഈ അന്വേഷണത്തിന് ഒപ്പം ചേർന്ന കേന്ദ്ര ഏജൻസികൾ, മറ്റ് രാജ്യങ്ങളുടെ ഏജൻസികൾ കൂടി നമുക്കൊപ്പം സഹായഹസ്തം അയച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അന്വേഷണ ഏജൻസികൾ അവിടെ എത്തുന്നുണ്ടോ? എന്താണ് ഇന്ന് ദുരന്ത ഭൂമിയിൽ നിന്നും പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത് ശരത്? ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി. ഇപ്പോൾ നമുക്ക് പിറകിലുള്ള ഇപ്പോൾ മരിച്ച മലയാളി നേഴ്സിന്റെ സഹോദരൻ ഇവിടെ എത്തിയിരിക്കുകയാണ്. എയർപോർട്ടിൽ എത്തിയിരിക്കുന്നു. ഇവിടെ നേരെ അദ്ദേഹം DNA പോകാൻ നമുക്ക് കാണാം. വിഷ്വൽസിൽ നമുക്ക് കാണാൻ പറ്റും. ഇത് അവരെ ഇവിടെ എത്തിയിട്ടുണ്ട്. കാരണം അവരെ സ്വീകരിക്കാൻ ഡൽഹി അഹമ്മദാബാദിലെ മലയാളി സംഘടനാ പ്രവർത്തകരും എത്തിയിട്ടുണ്ട്. ഏതായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമായ ഒരു കാര്യം തന്നെയാണ്. കാരണം വളരെ പ്രത്യേകിച്ച് കാരണം ഇന്ന് ഇപ്പോൾ DNA ടെസ്റ്റിനെ അവരെ DNAയിലേക്ക് കൊണ്ടും എയർ ഇന്ത്യയാണ് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ ചെയ്യുന്നത്. ഏതായാലും നമുക്ക് പറയുന്നത് മരണസംഖ്യ കൂടിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് സേതുലക്ഷ്മി. കാരണം ഇപ്പോൾ പ്രാദേശികവാസികൾ ആണ് കൂടുതലേക്ക് മരണസംഖ്യ ഉയരുന്നത്. ഈ കെട്ടിടത്തിന്റെ ഹോസ്റ്റൽ 4 കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഇന്നലെ 4 മൃതദേഹങ്ങൾ ലഭിച്ചത്. അതിൽ ഒരാൾ റെസിഡൻസ് ഡോക്ടറുടെ ഭാര്യയാണ്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ഒരു ചായക്കടയിലുള്ള ഒരു സ്ത്രീയും കൂടി കൊല്ലപ്പെട്ടിട്ടുണ്ട്. പൂർണ്ണ ഗർഭിണിയാണ് ഇവർ എന്നാണ് വിവരങ്ങൾ നൽകുന്നത്. 319 ബോഡി പാർട്ടുകൾ, അത് ശരീരഭാഗങ്ങളാണ് ഇതുവരെ ലഭിച്ചിരിക്കുന്നത് ഫോറൻസിക് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനിയും കണ്ടെത്താനുള്ള 12 റെസിഡൻസ് ഡോക്ടർമാരുടെ വേണ്ടിയുള്ള തെരച്ചിലാണ് ഇപ്പോൾ തുടരുന്നത്. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രീലക്ഷ്മി നമുക്ക് പറയാൻ കഴിയുന്നത് മരണസംഖ്യ കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം കൂടുതലായിട്ടും പ്രാദേശികവാസികളാണ് ഇതിൽ ഇരയായിരിക്കുന്നത്. ഇപ്പോൾ അത് സംബന്ധിച്ച ഒരു തെരച്ചിൽ സംഘം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു കാര്യം ശരിയാണ്. കാരണം ഈ അവസ്ഥയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് എന്ന് പറയുന്നത് എന്താണ് നമുക്ക് മുന്നിലുള്ളത് എന്നുള്ളതാണ്. ഇനി തെരച്ചിൽ എത്ര സംഘങ്ങൾ എത്ര മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തും, എത്ര അവശിഷ്ടങ്ങൾ കണ്ടെത്തും എന്നുള്ളതാണ്. അതുകൊണ്ട് സേതുലക്ഷ്മി, നമുക്കിപ്പോൾ പറയാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്നാൽ മരണസംഖ്യ ഉയരുന്നു. മരണസംഖ്യ 274 എത്തിയിരിക്കുന്നു ഔദ്യോഗികപരമായിട്ട്. അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം. ഇത് നമുക്ക് പറയാൻ പറ്റുന്നത് ഇനിയും തെരച്ചിൽ, ഇന്നലെ രാത്രി തന്നെ തെരച്ചിലുണ്ടായിരുന്നു. ഇന്നും NDRF തെരച്ചിൽ നടത്തുന്നു. ഹോസ്റ്റലിന്റെ മുമ്പിലുള്ള പ്രദേശങ്ങളിലാണ് ഇപ്പോൾ ഡെബറീസ്, അതായത് അവശിഷ്ടങ്ങൾ മാറ്റിയിട്ടുള്ള തെരച്ചിലാണ് ശ്രീലക്ഷ്മി നടത്തുന്നത്. ശരി, വിവരങ്ങൾ നൽകുകയായിരുന്നു അഹമ്മദാബാദിൽ നിന്നും ശരത്ലാൽ. തിരച്ചിലുകൾ ഇപ്പോഴും ദുരന്തഭൂമിയിൽ നടക്കുന്നുണ്ട്. ഒപ്പം മറ്റ് ഏജൻസികൾ അന്വേഷണത്തിനായി എത്തുന്നു. പക്ഷേ ഇതിനൊക്കെ അപ്പുറം മരണസംഖ്യ ഉയരുന്നു എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം.
വരും മണിക്കൂറുകളിലും ഒപ്പം അതുകൊണ്ട് തന്നെ നിർണായകമായിരിക്കും. ഈ 2 ദിവസത്തിനുള്ളിലൊക്കെ ഒരുപക്ഷെ നമുക്കറിയാൻ പറ്റുമായിരിക്കും എന്തായിരിക്കും ആ ഒരു അപകട കാരണം എന്നുള്ളത്. കാരണം ബ്ലാക്ക് ബോക്സ് കിട്ടിയിട്ടുണ്ട്, DVR കിട്ടിയിട്ടുണ്ട്, കോക്പിറ്റ് ഓഡിയോ വോയിസ് റെക്കോർഡറൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് എന്തായിരുന്നു ആ ഒരു മെസ്സേജ് പോയത്, എന്തായിരുന്നു ആ ഒരു അത് സാങ്കേതിക തടസ്സമാണോ? പലവിധമായ അഭ്യൂഹങ്ങളൊക്കെ പരക്കുന്നുണ്ടല്ലോ. സാങ്കേതിക തകരാറായിരിക്കാം, അല്ലെങ്കിൽ ഒരു ബേർഡ് ഹിറ്റ് ആയിരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിലൊന്നും ആധികാരികമായി സംസാരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അപ്പോൾ അതിലൊക്കെയുള്ള ഒരു വ്യക്തത വരുന്നത് ഈ വരും ദിവസങ്ങളിലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. യഥാർത്ഥത്തിൽ എന്താണ് ആ 241 പേർക്കും അവിടെ സംഭവിച്ചത്? ഒപ്പം ജനവാസ മേഖലയിലേക്ക് ഇടിച്ചിറങ്ങി നിരവധി പേർക്കും ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു വലിയ ദുരന്തമായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമുണ്ടായ വിമാനാപകടം.